അവർ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒന്നാമത്തെ മനുഷ്യനായിരിക്കുന്ന ആദാം പാപം ചെയ്തതിന്റെ ഫലമായിട്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നപ്പോൾ മരണം സാർവത്രികമായി തീർന്നു. രണ്ട് വിധ മരണമാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാനിടയാകുന്നത്. മൂന്ന് വിധമായിരിക്കുന്ന മരണമുണ്ടെങ്കിലും ഭൂമുഖത്തിപ്പോൾ ജീവിച്ചിരിക്കുന്നതായിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ശുദ്ധ തിരുവചനം പഠിക്കുമ്പോൾ ആത്മീയമരണം, ശാരീരിക മരണം, നിത്യമരണം എന്ന് കാണുവാനിടയാകും. എന്നാൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ രണ്ട് നിലകളിലാണ് മരിക്കുന്നത്. ഒന്ന്, ചിലർ ആദാമിൽ മരിക്കുന്നു, പാപത്തിൽ മരിക്കുന്നു. രണ്ട്, ചിലർ കർത്താവിൽ ഒടുക്കത്തെ ആദാമായിരിക്കുന്ന കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നു. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ വീട് എന്ന് പറഞ്ഞാൽ നിത്യ വീട് എന്ന് നമുക്ക് ദൈവത്തിന്റെ തിരുവചനത്തിലൂടെ കാണുവാനിടയാകും. നിത്യവീട് ഈ ലോകം വിട്ട, ഈ ഭൂമി വിട്ട് പോയാൽ മരണാന്തരം മനുഷ്യൻ എവിടെയായിരിക്കുമെന്നും മരണത്തിന് ശേഷമായിട്ട് അവനൊരു നിത്യ വീടുണ്ടായിരിക്കുമെന്നും ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി പഠിപ്പിക്കുകയാണ്. അതിനുവേണ്ടി മനുഷ്യന് സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചതായിരിക്കുന്നവനായ സർവശക്തനായ ദൈവം തന്റെ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിക്കുക മാത്രമല്ല, അവതരിച്ചവനായ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് വിശുദ്ധ തിരുവചനം പഠിക്കുമ്പോൾ വിശ്വാസികളല്ല, സ്തോത്രം, ശിഷ്യന്മാരാണ്, ക്രിസ്ത്യാനികളല്ല, വിശ്വാസികളല്ല. കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഇപ്പോഴും തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന തന്റെ ശിഷ്യന്മാരെയാണ്. അന്ത്യോക്യയിൽ വെച്ചാണ് ക്രിസ്ത്യാനി എന്ന ഉള്ള പേരിന്റെ നാമകരണം ഉണ്ടാകുവാനിടയായത്. എന്നാൽ കർത്താവ് തിരഞ്ഞെടുത്തത് തൻ്റെ ശിഷ്യന്മാരായിട്ടാണ്. സ്തോത്രം. അപ്പോൾ കർത്താവിൽ ജനിച്ച, കർത്താവിൽ ജീവിച്ച, കർത്താവിൽ മരിക്കുന്ന, അഥവാ പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നും വിടുതൽ പ്രാപിച്ച, പാപത്തിന്റെ ശക്തിയിൽ നിന്നും വിടുതൽ പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന, പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയെ ആശയോടും ആകാംക്ഷയോടും കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ മരിച്ചാൽ അവർ എവിടെയായിരിക്കും? അപ്പോൾ തന്നെ പാപിയായി കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാതെ, കർത്താവിൽ ജീവിക്കാതെ ഒരു വ്യക്തി മരിച്ചാൽ ആ മനുഷ്യൻ എവിടെയായിരിക്കും എന്ന് ദൈവത്തിൻ്റെ തിരുവചനം വളരെ ശക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പഴയ നിയമ തിരുവചനം പഠിക്കുമ്പോൾ കാണുവാനിടയാകുന്നത് പഴയ നിയമ വിശുദ്ധന്മാർ, സ്തോത്രം,
ആദ്യത്തെ വിശുദ്ധനായിരിക്കുന്ന ഹാബേൽ മുതൽ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞതായിരിക്കുന്നതായ ആ വിശ്വസിച്ച കള്ളൻ വരെയുമുള്ളതായിരിക്കുന്നതായ ആ അവസാനത്തെ വിശുദ്ധനായിരിക്കുന്ന മനുഷ്യന്റെ ആത്മാവ് വരെയും പഴയ നിയമ പറുദീസയിൽ വിശ്രമിപ്പാനിടയായി. എന്നാൽ ഒന്നാമത്തെ ദുഷ്ടനായിരിക്കുന്ന ഭാവിയായിരിക്കുന്ന ദൈവത്തെ തള്ളിക്കളഞ്ഞവനായിരിക്കുന്ന ഖായീൻ മുതൽ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശുവേ നീ മാസികയാണെങ്കിൽ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കണമേ എന്ന് പറഞ്ഞതായിരിക്കുന്നതായ കർത്താവിൽ വിശ്വാസമില്ലാത്തായിരിക്കുന്ന അവിശ്വാസിയായിരിക്കുന്നതായ ആ പഴയ നിയമ അവിശ്വാസിയും അവര് ആ ദുഷ്ടന്മാരുടെ ആത്മാക്കൾ സ്തോത്രം യാചനാ സ്ഥലത്താണ്. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ പാതാളം, അധമപാതാളം, അടിത്തട്ടില്ലാത്തതായിരിക്കുന്ന പാതാളം. ഒന്നാമത്തെ പാതാളമാണ് വിശുദ്ധന്മാർ പാർക്കുന്നതായിരിക്കുന്ന അബ്രഹാമിന്റെ പടി. രണ്ടാമത്തെ പാതാളമാണ് ദൈവത്തിൽ വിശ്വസിക്കാത്തവർ മരിക്കുമ്പോൾ അവരുടെ ജീവനും ആത്മാവും കടന്നുപോയി ദണ്ഡന അനുഭവിക്കുന്നതായിരിക്കുന്നതായ യാചന അനുഭവിക്കുന്നതായ സ്ഥലമായിരിക്കുന്നതായ ആ പാതാളം. സ്തോത്രം. കർത്താവിൽ ഹൃദയത്തിൽ സ്വീകരിച്ച കർത്താവിൽ ജനിച്ച് ജീവിച്ച മരിക്കുന്ന ഒരു വിശുദ്ധൻ മരിച്ചാൽ അവന്റെ ശരീരം മണ്ണിൽ നിന്നും എടുത്തത് കൊണ്ട് അവന്റെ ശരീരം മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും. എന്നാൽ അവന്റെ ജീവൻ കർത്താവ് ക്രൂശിൽ തന്റെ ജീവൻ ചൊരിഞ്ഞ അവന്റെ ജീവനെ വീണ്ടെടുത്തത് കൊണ്ട് അവന്റെ ജീവൻ കർത്താവിൽ മറയപ്പെടുവാനിടയാകും. അവന്റെ ആത്മാവ് പിതാവായ ദൈവത്തോടുകൂടെ കർത്താവിനോടുകൂടെ പിതാവായ ദൈവത്തിൽ മറഞ്ഞിരിപ്പാനിടയാകും. സ്തോത്രം. എന്താണ് അതിന്റെ കാരണം? കർത്താവ് ഉയർത്തെഴുന്നേറ്റതായിരിക്കുന്ന സമയത്ത് അവൻ പഴയ നിയമ പറുദീസയിലായിരുന്നായിരിക്കുന്ന വിശുദ്ധന്മാരെ പുറത്തിറക്കി പഴയ നിയമ പറുദീസ പൂട്ടിയെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വായിപ്പാനിടയാകുന്നു. ഇന്ന് കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നവർ അവരുടെ ഭൗതിക ശരീരം ഭൂമിയിൽ വിശ്രമിപ്പാനിടയാകും. അവിടെ ദേഹം കർത്താവിൽ മറയപ്പെടുകയും അവിടെ ആത്മാവ് കർത്താവിനോട് കൂടെ പിതാവിൽ ചേർക്കപ്പെടുകയും ചെയ്യും. എന്നാൽ ദുഷ്ടനായിരിക്കുന്ന മനുഷ്യൻ, കർത്താവിൽ വിശ്വസിക്കാത്തായിരിക്കുന്ന മനുഷ്യൻ, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, മരിച്ചാൽ അവരുടെ ശരീരം മണ്ണിലേക്ക് തിരികെ ചേരും. അവരുടെ ജീവനും ആത്മാവും യാചന സ്ഥലമായിരിക്കുന്ന പാതാളത്തിൽ ആയിരിക്കാനിടയാകും. കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നവർ വിശ്രമത്തിനായി പിതൃപുത്ര പരിശുദ്ധാത്മാവെന്ന ത്രിയേകനായ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്നതായിരിക്കുന്ന പ്രത്യേക വ്യക്തിയായിരിക്കുന്ന മനുഷ്യൻ മരിച്ചാൽ നിത്യവീട്ടിൽ അപ്പോൾ പ്രവേശിക്കുകയല്ല. സ്തോത്രം. നിത്യനരകമുണ്ട്, നിത്യസ്വർഗമുണ്ട്. നിത്യനരകത്തിൽ പ്രവേശിക്കുന്നത് സ്തോത്രം രണ്ടാമത്തെ പുനരുദ്ധാനത്തിൽ
സ്തോത്രം. നിത്യനരകത്തിൽ പ്രവേശിക്കുന്നവരെ കാണുവാനിടയാകുന്നു. ആ നിത്യ വീടിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിത്യ നരകമാകുന്ന വീട് എന്ന് നമുക്ക് കാണുവാനിടയാകുന്നു വിശുദ്ധ തിരുവചനത്തിൽ. ആ നിത്യ നരകമായിരിക്കുന്ന വീട്ടിൽ സ്തോത്രം പോകുവാൻ പാടില്ല. മനുഷ്യ, മരണാന്തരം നിന്റെ ജീവിതത്തിൽ നീ പ്രവേശിക്കുന്നത് സ്തോത്രം ഇപ്പോൾ മണ്ണിലേക്കാണെങ്കിലും കർത്താവിൽ വിശ്വസിക്കാത്തതായിരിക്കുന്ന ഒരു പ്രിയപ്പെട്ടവൾ ഈ ഭൂമിയിൽ കർത്താവിനെ തള്ളി, നിന്റെ സൃഷ്ടിതാവിനെ തള്ളി നീ മുൻപോട്ട് കടന്നുപോയാൽ നിന്റെ ജീവിതം നിത്യ നരകമാകുന്ന വീടായിരിക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം അങ്ങനെ പഠിപ്പിക്കുന്നു. എന്നാൽ കർത്താവിൽ ജനിച്ച, കർത്താവിൽ ജീവിച്ച, കർത്താവിൽ നിദ്ര പ്രാപിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ അവസ്ഥ, ക്രിസ്തലോ, കർത്താവ് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടി ആകാശമേഘങ്ങളിൽ കർത്താവിൻ്റെ ഗംഭീരനാദം മുഴങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ സ്തോത്രം, കർത്താവിൽ വിശ്രമിക്കുന്ന, കർത്താവിൽ ഭൂമുഖത്ത് ജീവിക്കുന്ന സകല വിശുദ്ധന്മാരും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ആ നൊടിയിടയിൽ തന്നെ ജീവിച്ച് ഇരിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ചു. സ്തോത്രം. ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുവാൻ്റെയാകും. ഭൂമിയിൽ നിന്നും വിശ്രമിക്കുന്ന വിശുദ്ധന്മാരുടെ മൺമയമായ ശരീരം സ്തോത്രം ഉയർത്തെഴുന്നേൽക്കും. കർത്താവിൽ മറഞ്ഞിരിക്കുന്ന ജീവൻ പിതാവായ ദൈവത്തിൽ കർത്താവിനോടുകൂടെ ചേർക്കപ്പെട്ടിരിക്കുന്ന ആത്മാവ്, രണ്ടും സ്തോത്രം മൺമയമായിരിക്കുന്ന ആ ശരീരത്തിൽ പ്രവേശിച്ച വിൺമയമായിരിക്കുന്ന നിലകളിൽ ഉയർത്തെഴുന്നേൽക്കുവാനിടയാകും. ഉയർത്തെഴുന്നേറ്റ മനുഷ്യൻ ഏകനായ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ഒരാത്മീയനായി, ഒരാത്മാവായി പുരാതനകാല നിത്യതയിൽ ആയിരുന്നതുപോലെ ഭാവികാല നിത്യതയിൽ സ്തോത്രം മനുഷ്യൻ അഥവാ ഒരു ദൈവ പൈതൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച, കർത്താവിനോടുകൂടെ ചേർന്ന ഉയരത്തുനിന്നിരിക്കുന്ന ആത്മാവിനെ പ്രാപിച്ച, ജീവിത വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച, ദൈവത്തെ ആരാധിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർത്തതായിരിക്കുന്ന ഒരു വിശുദ്ധനായിരിക്കുന്ന മനുഷ്യൻ, അവൻ ഈ ഭൂമിയിൽ മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ, കർത്താവിന്റെ ഗംഭീരനാദം മുഴങ്ങുമ്പോൾ, ഹല്ലേലൂയ, അവൻ എന്ത് ചെയ്യാണ്? അവന്റെ നിത്യവീട്ടിൽ പ്രവേശിപ്പാനിടയാകും. ഇന്ന് രാത്രി കാലം എന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും സ്തോത്രം. പ്രിയപ്പെട്ടതായ സഹോദര സഹോദരി, മാതാവേ, പിതാവേ, സ്തോത്രം. നീ ഭൂമിയിൽ കിളർത്തു വന്നതല്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വസിച്ചതായിരിക്കുന്ന വ്യക്തിയാണ് നീ. നിത്യ പുരാതനകാല നിത്യ വീട്ടിൽ ആയിരുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നീ. ദൈവം നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് നീ എന്നിൽ പിണ്ടാകാരമായിരുന്നു. ദൈവമാണ് നിന്റെ ഒന്നാമത്തെ വീടായിരിക്കുന്ന നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ സ്തോത്രം പ്രവേശിച്ചത്. ആ ദൈവമാണ് നിനക്ക് ഈ ഭൂമിയിൽ രണ്ടാമത്തെ വീടാകുന്നതായിരിക്കുന്ന ഈ ഭൂമി ദൈവം നിനക്ക് നൽകുവാനിടയായത്. ഒന്നാമത്തെ ഭൂമിയിൽ, ഒന്നാമത്തെ വീട്ടിൽ നീ
ഏകദേശം 10 മാസത്തോളം. രണ്ടാമത്തെ വീടായിരിക്കുന്ന ഈ ഭൂമിയിൽ ഏകദേശം ഹല്ലേലൂയ 70 വർഷം അല്ലെങ്കിൽ 80 വർഷം. എന്നാൽ ഹല്ലേലൂയ മൂന്നാമത്തെ വീട്ടിൽ മനുഷ്യ നീ നിത്യമായിരിക്കും. സ്തോത്രം. 2 വീടാണ് ഹല്ലേലൂയ നിത്യതയിൽ കാണുന്നത്. ഒന്ന് ഹല്ലേലൂയ നിത്യ നരകമാകുന്ന വീട്. 2 പ്രൈസ് ദി ലോർഡ് നിത്യ സ്വർഗമാകുന്ന വീട്. ഈ വീട്ടിൽ നീ നിത്യമായി ആയിരിക്കും. അങ്ങോട്ട് നീ പോയാൽ പിന്നെ ആ വീട്ടിൽ നീ പ്രവേശിച്ചാൽ പിന്നെ ഒരിക്കലും നിനക്ക് മടങ്ങി വരുവാൻ കഴിയത്തില്ല. നിനക്ക് തന്നെയല്ല ആർക്കും മടങ്ങി വരുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രികാലം എന്നെ ശ്രമിക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത് ഹല്ലേലൂയ നിത്യ നരകമാകുന്ന വീട്ടിൽ നീ പോകുവാൻ പാടുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ നീ നരകമാകുന്ന വീട്ടിൽ ഹല്ലേലൂയ പോകാതിരിക്കണമെങ്കിൽ നീ ചില കാര്യങ്ങൾ ഈ ഭൂമിയിൽ ദൈവം നിനക്കൊരു ജീവിതം തന്നിരിക്കുമ്പോൾ ഈ ജീവിതത്തിന്റെ മധ്യത്തിൽ നീ അത് ചെയ്തിരിക്കണം. ഹല്ലേലൂയ. കാരണം എന്താണ്? പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത വീണ്ടും തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വരുന്നവനായ കർത്താവിനെ ഈ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ, യേശുവേ ഞാൻ പാപിയായൊരു മനുഷ്യനാണ്, എനിക്ക് പാത കാട്ടുവാൻ വേണ്ടി നീ ഭാരതിയിൽ പിറന്നു, മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തു, വീണ്ടും അവിടുന്ന് മടങ്ങി വരുന്നുവല്ലോ, എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് നീ അവനോട് പ്രാർത്ഥിക്കുകയും ആ കർത്താവിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ആ കർത്താവിനെ വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഒരു പുതുജനനം ആത്മാവിൽ ദൈവവചനത്തിൽ നീ പ്രാപിച്ചെടുത്ത ഒരു പുതിയ പ്രൈസ് ദി ലോർഡ് ആത്മീയ ജീവിതം കർത്താവിനോടുകൂടെ നയിപ്പാൻ ദൈവം നിന്നെ ഇടയാക്കും. അങ്ങനെ ഹല്ലേലൂയ ഈ ഭൂമിയിൽ നിന്ന് നീ മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ദൈവസന്നിധിയിൽ നിന്റെ ജീവിതം നിത്യ വീട്ടിൽ അഥവാ സ്തോത്രം നിത്യസ്വർഗത്തിൽ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ ആയിരിക്കാൻ സ്തോത്രം ഹല്ലേലൂയ തങ്കത്തെരുവീതി ഉള്ളതായിരിക്കുന്ന വീട്ടിൽ നിനക്കായിരിക്കാൻ ഇടയാക്കും. കർത്താവ് പറയുവാനിടയായി, ഞാൻ നിങ്ങൾക്ക് വീടൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി വീടൊരുക്കിയാൽ സ്തോത്രം ഞാൻ വീണ്ടും മടങ്ങി വന്ന് നിങ്ങളെ ചേർക്കൊള്ളും. കർത്താവ് നമുക്ക് വേണ്ടി നിത്യ വീടൊരുക്കുവാൻ പോകുന്നു, പോയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം പറയുന്നു, ഇതാ മനുഷ്യനോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ഇതാ ദൈവത്തിനോടുകൂടെ നിത്യ വീട്ടിലായിരിക്കുന്നതായ നിന്നെ ദൈവം കർത്താവ് നമുക്കൊരുക്കിയിരിക്കുന്നതായ നിത്യ വീട്ടിൽ പ്രവേശിച്ചുകൊണ്ട് ദൈവസനിൽ ഭൂമിയിൽ പുതിയ ആകാശം പുതിയ ഭൂമിയിലും നീ ആയിരിക്കാനിടയാകും. ഹല്ലേലൂയ. പുതിയ ആകാശവും പുതിയ ഭൂമിയും കഴിയുമ്പോൾ ഹല്ലേലൂയ ഭാവികാല നിത്യത ആരംഭിക്കുകയാണ്. അങ്ങനെ നിത്യനായ ദൈവത്തോടുകൂടെ നിത്യ വീട്ടിൽ നിനക്കായിരിക്കാൻ ഇടയാകും. നിന്റെ വാക്കിൽ നിന്ന് വിരമിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇതുവരെയും എന്നെ കേട്ടുകൊണ്ടിരുന്നായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായും ഹല്ലേലൂയ നിങ്ങൾക്കായി ഒരു വാക്ക് പ്രാർത്ഥിച്ച വാക്കിൽ നിന്ന് വിരമിക്കുന്നു. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗപിതാവേ, തിരുസന്നിൽ അല്പസമയം മനുഷ്യന്റെ നിത്യ വീട് എന്നുള്ളതായിരിക്കുന്ന ചിന്തകൾ അർപ്പിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കി കൃപയ്ക്കായി സ്തോത്രം. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവത്തിന്റെ ദർശകരങ്ങളിലേക്ക് എളിയവനെയും കേട്ടതായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും കാണുന്നതായിരിക്കുന്ന നിന്റെ മക്കളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം മുട്ടുമാട് അനുഗ്രഹിക്കണം. നിത്യവീടിന് വേണ്ടി അതിൽ പ്രവേശിപ്പാൻ ഓരോരുത്തരെയും ദൈവം അവിടെയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം ചൊല്ലി എല്ലാവരും അവിടെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കണ്ടൊരു സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം.